ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്, മെഗൻ 2.0. ജെറാഡ് ജോൺസ്റ്റോൺ എഴുതി സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് മെഗൻ 2.0. 2022 ഇറങ്ങിയ മെഗൻ എന്ന ചിത്രത്തിൻ്റെ തുടർച്ചയാണ് മെഗൻ 2.0. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 27 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു സീരീസാണ് നോ വൺ സോ അസ് ലീവ്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് സീരീസാണ് ഡെത്ത് ഇൻ ദ ഫാമിലി. മൈക്കൽ ഡി ഫുള്ളറും എറിലി കാറും ചേർന്ന് സൃഷ്ടിച്ച ഒരു യഥാർത്ഥ ക്രൈം ഡ്രാമ സീരീസാണ് ഡെത്ത് ഇൻ ദ ഫാമിലി. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു കന്നഡ മൂവിയാണ് അണ്ടൊടിട്ടു കാല. കീർത്തി കൃഷ്ണ രചന സംവിധാനം നിർവഹിച്ചൊരു റൊമാൻറ്റിക് മൂവിയാണ് അണ്ടൊടിട്ടു കാല. സൺനെക്സ്റ്റ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ദക്ഷ. ലക്ഷ്മി മഞ്ജു, മോഹൻ ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വംശി കൃഷ്ണമല്ല സംവിധാനം ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ മൂവിയാണ് ദക്ഷ. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ദക്ഷിണ കൊറിയൻ സീരീസാണ് ആസ് യു സ്റ്റുഡ് ബൈ. ഇതൊരു ക്രൈം ത്രില്ലർ സീരീസാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് സീരീസാണ് ലവ്. അർജുൻ ദാസ്, ഐശ്വര്യലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബാലാജി മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് സീരീസാണ് ലവ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് തണ്ടകാരണ്യം. VR ദിനേശ്, കലൈ അരശൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അതിയൻ അതിരൈ രചന സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് തണ്ടകാരണ്യം. സിംപ്ലി സൗത്ത് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 20 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് തണൽ. അശ്വിൻ കാക്കുമാനുവിനൊപ്പം അഥർവയും ലാവണ്യ ത്രിപാഠിയും പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് രവീന്ദ്ര മാധവാണ്. ഇതൊരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ചാപ്പക്കൂത്ത്. ഹിമാശങ്കരി, ലോകേഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അജേഷ് സുധാകരൻ, മഹേഷ് മനോഹരൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് ചാപ്പക്കൂത്ത്. ഒക്ടോബർ 17 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യും. ഒരു മലയാളം മൂവിയാണ് തെളിവ് സഹിതം. മേജർ രവി, അബു സലീം, നിഷാന്ത് സഗർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സക്കീർ മന്നാർമല സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് തെളിവ് സഹിതം. ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഇമ്പം. ലാലു ലക്ഷനെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീജിത്ത് ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻസ് ഡ്രാമ മൂവിയാണ് ഇമ്പം. സൺനെക്സ്റ്റിലൂടെ ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് എ പാൻ ഇന്ത്യൻ സ്റ്റോറി. വിഷ്ണു നികഷിനെ പ്രധാന കഥാപാത്രമാക്കി ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് VC അഭിലാഷ് സംവിധാനം ചെയ്ത മൂവിയാണ് എ പാൻ ഇന്ത്യൻ സ്റ്റോറി. മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലിവിലൂടെ ഒക്ടോബർ 20 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5ലൂടെ ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ, നാസിം, നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലിവിലൂടെ നവംബർ 6 ഇത് OTT റിലീസ് ചെയ്യും. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ദീപാവലിയോടനുബന്ധിച്ചു അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ശക്തി തിരുമകൻ. വിജയ് ആന്റണി കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ പ്രഭു സംവിധാനം ചെയ്തൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ശക്തി തിരുമകൻ. ഒക്ടോബർ 24 OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു തമിഴ് മൂവിയാണ് ഇഡ്ലിക്കടൈ. ധനുഷ്, സത്യരാജ്, നിത്യമേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ധനുഷ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഫാമിലി മൂവിയാണ് ഇഡ്ലിക്കടൈ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 29 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പരം സുന്ദരി. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു കന്നഡ മൂവിയാണ് ഏലുമലൈ.
റാണയെ കേന്ദ്ര കഥാപാത്രമാക്കി പുനീത് രംഗസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് എലുമലെ. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 17 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 16 ഇത് OTT റിലീസ് ചെയ്യും. ഒരു തെലുങ്ക് മൂവിയാണ് കിഷ്കിന്ധാപുരി. അനുപമ പരമേശ്വരൻ, വെല്ലംകൊണ്ട ശ്രീനിവാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗശിക് പഗല്ലപതി സംവിധാനം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിഷ്കിന്ധാപുരി. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ്. അക്ഷയ് ശ്രീ സംവിധാനം ചെയ്ത ഈ മൂവി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും.